ഈ സ്റ്റൈലിംഗിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാ അപ്പം ഇത്രയും ആങ്കറിങ് തൊട്ട് നോക്കുകയാണെങ്കിൽ? എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പണ്ട് തൊട്ടേ എങ്ങനെയാണോ അന്നത്തെ, ചിലപ്പോൾ പഴയ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അജഗജാന്ത് എനിക്ക് അത്ര ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ അന്നത്തെ കാലത്ത് എന്താണോ ആവശ്യം അങ്ങനെ ഒരു മേക്കപ്പും ആ ഒരു ലുക്സും ഞാൻ അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെയായിരുന്നു. മാറി വരുമല്ലോ, ഓരോ കാലഘട്ടം മാറുമ്പോൾ നമ്മുടെ ആ മാറ്റങ്ങളേ ഉള്ളൂ. ഒത്തിരി വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് എന്നിൽ തന്നെ തോന്നിയിട്ടില്ല. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ റീമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റീമി പണ്ടത്തെ പോലെ അല്ല, ഒത്തിരി മേക്ക് ഓവർ ചെയ്തു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒത്തിരി മേക്ക് ഓവർ ചെയ്ത് വന്നിട്ടുണ്ട്. അത്ര ഒന്നും ചേഞ്ച് ഒന്നും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു ക്ഷമയില്ല അങ്ങനെ. അതെ, അത് ഈ ഒരു ഇതില് ഞാൻ ഓക്കെയാണ്, എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഹാപ്പിയാണ്, ഓക്കെയാണ്. അതെ അതെ, പിന്നെ അതല്ലേ കറക്റ്റ്. അതന്നെ ഏറ്റവും വലിയ കാര്യം. എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കോ? കുഞ്ഞിലെ വയലിൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് വയലിൻ പഠിച്ചിട്ടുണ്ട്. അതൊന്നും അത്ര നന്നായിട്ട് തന്നെ ഈ പാട്ടിന്റെ കൂടെ തന്നെ സീരിയസ് ആയിട്ട് പഠിച്ചു. സ്കൂൾ ടൈം ഒക്കെ എവിടെ യൂസ് ചെയ്തിട്ടില്ല. അല്ല, അതൊന്നും പ്രാക്ടീസ് ഇല്ലാതെ പറ്റില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഹാർഡ് വർക്ക്. അല്ല, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടല്ലോ പാടാൻ നേരത്ത്. അതൊരു ആഡഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അത് പറഞ്ഞ പോലെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് മാത്രല്ല, പിന്നീട് ബിസിയായി മാറിയപ്പോ പിന്നെ അതിലോട്ട് ഫുള്ളി പാട്ടില് മ്യൂസിക്കിലോട്ട് മാറി. പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു തിരക്കായി കഴിഞ്ഞപ്പോ പിന്നെ അതങ്ങ്. പക്ഷെ എനിക്ക് ഇപ്പൊ ആലോചിക്കാറുണ്ട്, അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ പഠിച്ചോണ്ട് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. അതാ പറഞ്ഞ, ഒന്നിനും ഒരു ഏജ് ഒരു തടസ്സമില്ലല്ലോ. അതെ, ഡാൻസും പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ഡാൻസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടില് അമ്മയും അച്ഛനും പറഞ്ഞു ഡാൻസ് വേണ്ട, പാട്ട് പോരെ എന്നുള്ളൊരു. കാരണം അന്നത്തെ കാലത്ത് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്കൊരു കോമ്പറ്റീഷൻ, യൂത്ത് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസ് ഇതിന് പാട്ട് പോലെയല്ല, ഇതൊക്കെ കാര്യങ്ങളാ, ചെലവ് കൂടുതലല്ല. അപ്പൊ അന്ന് അതൊന്നും അഫോർഡബിൾ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡാൻസ് വേണ്ട, പാട്ടാവുമ്പോ കുഴപ്പമില്ല. പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാത്തിനുള്ള സമയം ആണ് നമ്മുടെ. ഇപ്പോഴത്തെ സമയം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കൊരു സിസ്റ്റർ ഉള്ളത്, ചേച്ചി ഇപ്പോ ഈ സമയത്ത് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങി. ഓ, വെരി നൈസ്. അതെ അതെ.